ഗുഡ് മോർണിംഗ് ഗൈസ്. 8 മണിയൊക്കെ ആയിട്ടൊന്ന് എണീക്കാനായിട്ട്. ഇന്ന് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നൈസായിട്ടൊരു ഉറക്കം ഉറങ്ങി. പിന്നെ കാണാൻ എണീച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അടിപൊളിയായിട്ടൊരു ഉറക്കം ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം എണീച്ചിട്ടുള്ളൂ ഗൈസ്. കുളിച്ചിട്ട് വരാം. കണ്ണൊക്കെ അറിയുന്നുണ്ടല്ലോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ഗൈസ്. ഞാനൊരു സംഭവം കാണിച്ചുതരാം. കണ്ടോ, ഞാനിപ്പോൾ ഒരു 5 മാസം പ്രഗ്നൻ്റാണെന്ന് തോന്നില്ലേ. ഇപ്പോഴും സ്റ്റിൽ നല്ല കുടവേറെ എനിക്കുണ്ട് കേട്ടോ. വയറൊന്നും കെട്ടിയിട്ടില്ല ഇപ്രാവശ്യം എന്തായാലും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് വയറ് കെട്ടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വയറ് കെട്ടാനൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ ഇനി വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യണം. ഇന്ന് തൊട്ട് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ കാലിൻ്റെ നീര് ഇപ്പോഴും പോയിട്ടില്ല. അപ്പം കാലിലുള്ളതും പിന്നെ വോൾ ബോഡി വർക്കൗട്ട് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് നമുക്കൊന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അതുവരെ എക്സസൈസ് ചെയ്തിട്ട് ഭേദമാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഇന്ന് തൊട്ട് നമ്മൾ വർക്കൗട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബെഡൊക്കെ സെറ്റ് ചെയ്യും, കുറച്ച് തുണികളൊക്കെ മടക്കും, അങ്ങനെ കുറച്ച് പണികളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. വലുതായിട്ടുള്ള പണികളൊന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. കാരണം ഇവിടെ ഒരു ചേച്ചി വരുന്നതുകൊണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ ഇന്ന് രാവിലെ തന്നെ കുഴിമന്തിയായിരുന്നു കേട്ടോ ഗൈസ്. കാരണം ഇന്നലെ ജിമ്മന് കഴിക്കാൻ വേണ്ടിയിട്ട് പപ്പ കുഴിമന്തി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ മുറിയങ്കണ്ടിയിൽ നല്ല അടിപൊളി മന്തി കിട്ടും കേട്ടോ. അപ്പം രാവിലെ തന്നെ കുഴിമന്തിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ രാവിലെ ടി വിയും കണ്ടിട്ടാണ് ഇരുന്ന് കഴിക്കൽ. വേറെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കണ്ണനെ അമ്മ കുളിപ്പിക്കാൻ കൊണ്ടുപോട്ടെ. ഇന്നലെ 12 മണി വരെ കിടന്നുറങ്ങി. ഇന്ന് ഞാൻ നേരത്തെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നെ. നീറ്റ് കുളിപ്പിച്ചാണ് കൊണ്ടുപോകും. ശല്യപ്പെടുത്തിട്ട് ഉറങ്ങണ്ടടോ. അമ്മ കുളിക്കാൻ വെള്ളമൊക്കെ റെഡിയാക്കി വെക്കിട്ടിട്ടോ. ഓക്കെ, ഓടി വരാം. അമ്മടാ, എന്നെ വിടമ്മ, എന്നെ അമ്മയുടെ അടുത്തേക്ക് വിടമ്മ. കുളി കഴിഞ്ഞൊക്കെ വരുമ്പോഴേക്കും പിന്നാലെ ഒരാൾ ഓടി വരും കേട്ടോ, ജിമ്പുക്കുട്ടനെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീം ഇട്ട് കൊടുക്കാനായിട്ട്. ഇവർ 3 പേരുണ്ടാകുന്ന സമയത്ത് ഞാനങ്ങനെ അതിന് വലിയ പ്രോത്സാഹനം കൊടുക്കാറില്ല കേട്ടോ. കാരണം ഭയങ്കര തല്ലാവും. പിന്നെ അവരെ കയ്യിലൊക്കെ നിറയെ അഴുക്കും കാര്യങ്ങളൊക്കെ ആവും. മക്കൾക്ക് ക്രീം ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര സീനല്ലേ. അപ്പോൾ ഞാൻ ആ വഴി അടുപ്പിക്കാറില്ല. പക്ഷേ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഒരാളുണ്ടെങ്കിൽ പിന്നെ കൈയൊക്കെ കഴിപ്പിച്ച് കൊടുത്ത് അങ്ങ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇപ്പോൾ പിന്നെ ജിമ്പുവിന് നല്ല സുഖമാണ്, മക്കളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അവൾ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഓടി വരും കേട്ടോ ജിമ്പു. കൈയൊക്കെ കഴുകിയിട്ട് അമ്മ ഞാൻ കൈ കഴുകി ഞാൻ ക്രീം ഇട്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആൾ ഇട്ട് കൊടുക്കും. പിന്നെ ഇന്നലെ 12:30 ആയിട്ടാണ് ആളെ കുളിപ്പിച്ചത് കണ്ണനെ. കാരണം നല്ല മഴയായിരുന്നു. പിന്നെ ആൾ നല്ല ഉറക്കം ഉറങ്ങി. ഒരു 10 മണിക്ക് ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ 12:30 ആയിട്ടാണ് എണീക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, നൈസായിട്ട് രാവിലെ തന്നെ നേരത്തെ കുളിപ്പിച്ചു. 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ കുളി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആൾക്കിന്ന് ഭയങ്കര ആക്റ്റീവാണ്. നല്ലൊരു ഉറങ്ങാനുള്ളൊരു പോക്കായതുകൊണ്ടാണെന്നറിയില്ല, നല്ല കളിയാണ് തൊട്ടുന്ന കുളിയെ കഴിഞ്ഞപ്പോഴേക്ക്. അപ്പോൾ ജിമ്പ് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് തിരിച്ചിങ്ങോട്ട് എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ കയ്യും കാലൊക്കെ ഇട്ടടിച്ച് കളിക്കും കേട്ടോ. ഇപ്പോൾ ആൾ സംസാരിക്കും. അതായത് നമ്മളിപ്പോൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ ആളിങ്ങോട്ട് ചുണ്ടുകൊണ്ട് ഇങ്ങനെ ഓരോ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ എന്താ, ജിമ്പുക്കുട്ടൻ്റെ ഫേവറേറ്റ് മിനി ചേച്ചി വന്നിട്ടുണ്ട് ഗൈസ്. ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ആളുടെ കൂടെ തന്നെ ആയിരിക്കും. വേറെ ഒരു പരിപാടിയില്ല. ഫുഡ് പോലും കഴിക്കാതെ ഇരുന്ന് കളിക്കും കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരാണ് ഇന്ന് മഴയ്ക്ക് പോയ സമയത്ത് തുണികളൊക്കെ എടുത്തു കൊടുത്തത്. കണ്ണൻ്റെ തുണികൾ മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും നല്ല മഴ വന്നു. അങ്ങനെ ഒരു വീണ്ടും ഓടിപ്പിക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അവരിങ്ങനെ ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കളിച്ചു. ഈ ഒരു ബീഡ്സിൻ്റെ ടോയ്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്ന് അങ്ങോട്ട് വാങ്ങിച്ചു കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ അപ്പൂന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബീഡ്സ് മാലയൊക്കെ കോർക്കാനൊക്കെ ആയിട്ട്, മുത്തുമാലയൊക്കെ കോർക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇവിടെ ഒരു മുത്തുമാല പൊട്ടിയ സമയത്ത് ഞാനിങ്ങനെ കോർക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ചെറിയ നൂല് കൊണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ബീഡ്സ് ആകുമ്പോൾ കുറച്ച് വലിയ കട്ടിയുള്ള നൂലാണ് കോർക്കേണ്ടത്. അപ്പോൾ പിന്നെ നൈസായിട്ടുണ്ട് കേട്ടോ അത് വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇവർ അടുത്ത ട്രിപ്പ് തുണി എടുക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ, മഴക്കാലം തുണി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് തുണി കുറേ വിരിച്ചിടാനുള്ള സ്ഥലമൊന്നും ഇല്ല. അടുക്കളുടെ സൈഡിലൊരു ചെറിയൊരു ഭാഗമുണ്ട് തുണി വിരിച്ചിടാനായിട്ട്. പക്ഷെ നമ്മളെല്ലാവരും കൊണ്ടാവുന്ന സമയത്ത് നമുക്ക് അത്രയ്ക്കധികം തുണി വിരിച്ചിടാൻ സ്ഥലമൊന്നുമില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പസിൽസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ വെക്കേഷൻ്റെ സമയത്ത് വാങ്ങിച്ചാണ് കേട്ടോ. ഒക്കെ ആമസോണും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചു. വലിയ റേറ്റിന് നല്ലൊരു 200-300 ആ റേഞ്ചൊക്കെയാണ്. പിന്നെ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. അപ്പം നമ്മൾ മൂങ് ദാൽ ഉണ്ടല്ലോ, പപ്പ ക്യാൻറ്റീനിൽ പോകുന്ന സമയത്ത് മിക്കതും ഇങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കും കേട്ടോ. മൂങ് ദാൽ ഉണ്ടായിരിക്കും, അതുപോലെ പാർലേജി ബിസ്ക്കറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ കുറച്ച് ഐറ്റംസ് എപ്പോഴും മസ്റ്റായിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങൾ കേട്ടോ. അപ്പം മിക്കതും വീട്ടിലുണ്ടാവും ഈ സ്റ്റോക്ക്. നമ്മളുണ്ടാവും മാത്രമേ പപ്പ വാങ്ങിക്കുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് സോപ്പ്, ബ്രഷ്, അങ്ങനെ
പേസ്റ്റ് അങ്ങനെ ഐറ്റംസൊക്കെയാണ് അവിടെ നിന്ന് വാങ്ങിക്കാറുള്ളത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും വിശപ്പ് മാറുന്നില്ല. അപ്പോൾ പിന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കോറ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് അങ്ങ് കുറുക്കി. അപ്പോൾ പിന്നെ മിന്നും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അവർക്കും ഹെൽത്തി ആയിട്ടൊക്കെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ആൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഞാൻ കൊടുത്തു, ആൾ കഴിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ അതേ ജിമ്പ് ചേച്ചിയുടെ ഹെയർ സ്റ്റൈൽ പരിപാടികളൊക്കെ ആയിരുന്നു. മിന്നുവിന് മുടി കെട്ടി കൊടുക്കുക, പിന്നെ അമ്മൂന് മുടി കെട്ടി കൊടുക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ജിമ്പന് ഇവർ രണ്ടൊരു മുടി കെട്ടി കൊടുക്കുക. ഇതൊക്കെ തന്നെ പരിപാടി കേട്ടോ. മേക്കപ്പ് ചെയ്ത് കൊടുക്കുക. ജിമ്പുവിന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുൾ ടൈം ഇതാ പരിപാടി. ടി വിയിൽ നോക്കുക, മുടി കെട്ടി കൊടുക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ അടുത്തത് ഇനി അമ്മൂട്ടിയുടെയാണ് കേട്ടോ. ആണോ ഇങ്ങനെ താടിയുടെ വയ്ക്കും, എന്നിട്ട് നേരെ ബാക്കിലേക്ക് ഇടും. അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിന്നിടാനൊക്കെ ആൾക്ക് അത്യാവശ്യം നന്നായി പഠിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് അടുത്തത് ജിമ്പുവിൻ്റെ തലയിലാണ്. ജിമ്പുവിന് ഇത് പറഞ്ഞുണ്ടാക്കിയ ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ജിമ്പു ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ എല്ലാത്തിടത്തും ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ. ഈ ഒരു ടോയ് ഉണ്ടല്ലോ, ഇത് അമ്മൂട്ടി നമ്മളിവിടെ പൂരത്തിന് പോയപ്പം കൊണ്ടുവന്ന് കൊടുത്തതാണ് കേട്ടോ ജിമ്പുവിന് ആദിക്കും. അപ്പോൾ അവർ ഭയങ്കര ത്രില്ലിങ്ങോട് കൂടെ തന്നെ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. പക്ഷേ 2-3 ഈ പിള്ളേരെല്ലാം കൂടെ കളിച്ചിട്ട് ഈ അപ്പവും മാമിയും അവരൊക്കെ ഉണ്ടായ സമയത്താണ് ഇതൊക്കെ എടുത്ത് കളിച്ചിരുന്നത്. അപ്പം കുറേ എണ്ണമൊക്കെ മിസ്സായിട്ടുണ്ട്. പക്ഷേ എങ്കിലും വീട് പോലെയുള്ളതൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇങ്ങനെ കുറച്ച് ഒരു വർക്കൗട്ടും കാര്യങ്ങളൊക്കെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ചാനൽസൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഇങ്ങനെ പോസ്റ്റ് ഡെലിവറി എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുറച്ച് വീഡിയോസ് കാണും. അങ്ങനെ ഒരു ½ ആൻ അവർ എക്സസൈസുകൾ ചെയ്തു കേട്ടോ. കാലൊക്കെ ഭയങ്കര പെയിൻഫുള്ളായിരുന്നു നെക്സ്റ്റ് ഡേ ഒക്കെ ആയപ്പോഴേക്ക്. പക്ഷേ കുറച്ചൊക്കെ ചെയ്തു. ഒരു ½ ആൻ അവർ ചെയ്തപ്പോഴേക്ക് തന്നെ ഏകദേശം എൻ്റെ കപ്പാസിറ്റി ഒക്കെ പോയിട്ടോ. പിന്നെ ഇതേ ഇന്ന് 2 അമ്മായിമാർ മക്കളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ നെക്സ്റ്റ് വീക്ക് പോവല്ലെന്ന് വിചാരിച്ചിട്ട് അവർ സമയം കിട്ടിയപ്പോൾ വന്നതാണ് കേട്ടോ. ഇതെൻ്റെ വലിയ അമ്മായിയാണ് കേട്ടോ, അമ്മയുടെ വലിയ ചേട്ടൻ്റെ ഭാര്യയാണ്. ഇത് ചെറിയ മാമൻ്റെ ഭാര്യയാണ് കേട്ടോ. നമ്മൾ മിന്നു ചേച്ചിയുടെ അമ്മയാണ് കേട്ടോ ഈ വല്യമ്മായി. ഈ കണ്ണോട് സംസാരിക്കുന്നില്ലേ, ഇതാണ് വല്യമ്മായി കേട്ടോ. നമ്മൾ ഫുൾ A+കാരി മിന്നു. ഓക്കെ, അപ്പോൾ അവർ വന്ന സമയത്ത് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുന്നിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് വേറെ ഒന്നും നൈറ്റ് എനിക്ക് ഫുഡൊന്നും കഴിക്കേണ്ടി വന്നില്ല കേട്ടോ. പിന്നെ കോറ കുറുക്കുണ്ടാക്കി. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞപ്പോഴാട്ടോ ഇവർ വന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. ഒരു കുറച്ച് അത്യാവശ്യം ലേറ്റായിട്ടാട്ടോ പോയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്ന് സന്ധ്യയായ സമയത്ത്. അമ്മമ്മയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അത്ര ദൂരമൊന്നുമില്ല, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ രാത്രിയൊക്കെ പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ, നടന്നു പോകാനായിട്ട്. കാരണം കാടും പാടവും ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് ഞാൻ വന്ന് നോക്കിയപ്പോൾ ജിമ്പ് നല്ല ഉറക്കം കേട്ടോ. ഫോണെടുത്ത് വന്ന് തിരിച്ചു വന്നപ്പോഴേക്കും ആളുടെ ഉറക്കം കഴിഞ്ഞു. ഇപ്പോൾ ഫുൾ ടൈം ജിമ്പു ആണ് കേട്ടോ കണ്ണൻ്റെ തൊട്ടിൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.